എല്ലാവരും എനിക്ക് ഒരു ആമി എല്ലാവരും പറയണം കേട്ടോ. ഒരൊറ്റ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഞാൻ ബദറിൻ്റെ ഈ കാണുന്നത് ബദറാണ്. അസ്ഹാബുൽ ബദരീങ്ങൾ യുദ്ധം ചെയ്ത ഈ ബദറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനും എൻ്റെ നൂറെ ഹബീബിൻ്റെ മുത്തുമണികളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ ഈ ബദറിൻ്റെ രണാങ്കളത്തിൽ വന്നിട്ട് ദീൻ നിലനിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഒരുപാട് കരഞ്ഞു ദുആ ചെയ്തു. ഇവിടെ ആ മല ഇപ്പോൾ അവിടെ ഒരു വെള്ള കളർ കാണുന്നത് കണ്ടോ? അവിടെ ആ വെള്ള കളർ ആ മലമേ അവിടെ ജിബീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിറങ്ങിയ സ്ഥലമാണ് കേട്ടോ. അവിടെയാണ് അന്ന് അള്ളാഹിൻ്റെ റസൂല് ദീനിന് വേണ്ടി ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് നമുക്ക് വേണ്ടി. ആ ഹബീബിൻ്റെ പേരക്കുട്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഒരുപാട് പേര് നൂറെ ഹബീബിൻ്റെ മജ്ലിസിന് 18 അടവും പയറ്റ് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഹാജിമാരാണ്, ഉംറയ്ക്ക് വന്നവരാണ്, നിങ്ങൾ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകും. അതുകൊണ്ട് ആ മജ്ലിസിനെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി 18 അടവും പയറ്റ് ഒരുപാട് ആൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും മോശമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇവിടെ കിടക്കുന്ന അസ്ഹാബുൽ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഖാലിഖായ പടച്ച റബ്ബ് അസ്ഹാബുൽ ബദരീങ്ങളെ കാവൽ അള്ളാഹു നൽകട്ടെ. ഈ മജ്ലിസ് നിലനിൽക്കണം, അത് നമ്മൾ ആവശ്യമാണ്. അള്ളാഹു നിലനിർത്തട്ടെ. നമ്മൾ ചൊല്ലുന്നത് സലാത്താണ്. ഈ മജ്ലിസിനെ തകർക്കാൻ 18 അളവും പയറ്റിയിട്ട് ഇല്ലാത്തത് പ്രചരിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അസ്ഹാബുൽ ബദരീങ്ങളെ കാവലി നൽകണേ അല്ലാ. അസ്ഹാബുൽ ബദരീങ്ങളെ കാവലി നൽകണേ അല്ലാ. ഈ സ്വലാത്തിനെ നിലനിർത്തണം അല്ലാ. ഒരുപാട് മക്കളെ നോക്കുന്ന മജ്ലിസാണ്, ഒരുപാട് പാപപ്പെട്ടവരെ നോക്കുന്ന മജ്ലിസാണ്. അതുകൊണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അസ്ഹാബുൽ ബദരീങ്ങളെ ബറക്കത്ത് അവരുടെ സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങളെ കൈവിടല്ല റബ്ബേ. അല്ലാഹുവേ, സത്യം മനസ്സിലാക്കി ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ മജ്ലിസിന് വേണ്ടി ദുആരിക്കണം. അല്ലാഹു എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.